എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ കുട്ടപ്പനോട് മാസ്റ്റർ ആവട്ടെ സാക്കുര അടിച്ചത് അത് ഒറോച്ചിമാറും അല്ല, പകരം നീയാണെന്ന് പറയും. അത് കേട്ട് കുട്ടപ്പൻ ഷോക്കായിട്ട് ഇപ്പൊ ഒരു സെക്കൻഡ് ഫ്ലാഷ് ബാക്ക് ആലോചിച്ച് നോക്കും. ആ ഒരു ട്രിഞ്ചി ബ്രിഡ്ജ് തകർന്നു വീണത്, ആ ഒരു കാട് തന്നെ നശിച്ചു പോയത്, അതുപോലെ തന്നെ പണ്ടൊരിക്കല് ജിറയ മാമനും ഒരുപാട് അടികിട്ടി കുട്ടപ്പനോട് നിനക്കൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞ കാര്യവും ഇപ്പൊ നറൂട്ടോ ഓർക്കും. നറൂട്ടോ ഒരുപാട് ടെൻഷനായിട്ട് ഇപ്പൊ മാസ്റ്ററിനോട് ചോദിക്കും, ആ ബ്രിഡ്ജും കാടും ഒക്കെ തകർത്തത് അത് ഞാനാണോ? സാക്കുര അടിച്ചു പരുക്ക് പറ്റിച്ചത് അതും ഞാനാണോ ചോദിക്കുമ്പോ മാസ്റ്റർ പറയും, അതെ, അതെല്ലാം ചെയ്തത് നീയാണ്. പക്ഷെ തെറ്റ് അത് നിന്റെ മാത്രമല്ല, ഞാനും ആ ഒരു തെറ്റില് ഉൾപ്പെട്ടിട്ടുണ്ട്. നിന്റെ ബോഡിയിലെ ആ ഒരു നയൻ ടൈൽ ഫോക്സിനെ അതിനെ നിയന്ത്രിക്കാൻ എന്നെ കൊണ്ട് മാത്രമേ കഴിയൂ. അതുകൊണ്ടാണ് ഹൊക്കാഗെ ഈ ഒരു ടീമിലേക്ക് എന്നെ കൂടെ ചേർത്തത്. പക്ഷെ നിന്റെ മോൺസ്റ്ററിനെ അത്ര എളുപ്പത്തില് എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് ഇപ്പൊ മാസ്റ്റർ പറയും. പക്ഷെ ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവാനായിട്ട് ഞാൻ അനുവദിക്കില്ല. ഇതൊരിക്കലും നിന്റെ മാത്രം തെറ്റല്ല. നിന്റെ ഉള്ളിലെ ആ ഒരു നയൻ ടൈൽ ഫോക്സ് ആണ് ഇതെല്ലാം ചെയ്യുന്നത്. നിന്നെ വിഷമിപ്പിക്കാനല്ല ഞാനിത് മുഴുവൻ നിന്നോട് പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും നീ അറിയണമെന്ന് എന്റെ മനസ്സ് പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ തുറന്നു പറഞ്ഞത്. നിനക്ക് സാസുകയെ രക്ഷിക്കണമെങ്കിൽ നീ നയൻ ടൈൽ ഫോക്സിന്റെ പവറിന് പകരം നിന്റെ സ്വന്തം പവർ ഉപയോഗിക്കണം. നയൻ ടൈൽ ഫോക്സിന്റെ പവർ അത് ഉപയോഗിക്കുകയാണെങ്കിൽ നിന്റെ ഫ്രണ്ട്സിനെ പോലും നീ ഹേർട്ട് ചെയ്യും. സോ നീ മാക്സിമം നിന്റെ പവർ മാത്രം ഉപയോഗിക്കാനായിട്ട് ഇപ്പൊ മാസ്റ്റർ പറയും. നീ സാക്കുറെ പ്രൊട്ടക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ നിന്റെ കണ്ണു വെച്ച് അവളെ പ്രൊട്ടക്ട് ചെയ്യണം. നയൻ ടൈലിലെ കണ്ണ് ഉപയോഗിക്കുകയാണെങ്കിൽ നിന്നെ കൊണ്ട് അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയില്ല. അത് കേൾക്കുമ്പോ ഇപ്പൊ കുട്ടപ്പനാവട്ടെ സാക്കുറയും സാസുകയും ഒരു സെക്കൻഡ് ആലോചിക്കും. കട്ട് ചെയ്താ ഇവിടെ കബൂട്ടോയും ഒറോച്ചിമാറും വലിയൊരു നദിക്കരയിലിരുന്ന് കബൂട്ടോ ആവട്ടെ അവന്റെ എക്യുപ്മെന്റ്സ് എല്ലാം തന്നെ ഇപ്പൊ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഒറോച്ചിമാറ് പറയും, ഇനിയും നീ ബ്ലേഡ് ഉരച്ചോണ്ടിരുന്നാല് മറ്റാരുടെങ്കിലും ബ്ലേഡ് നമ്മുടെ ചങ്കിൽ കുത്തി ഇറങ്ങും. വേഗം നോക്ക്, നമുക്ക് പോകാമെന്ന് പറയുമ്പോ ഇപ്പൊ കബൂട്ടോ പറയും, എക്യുപ്മെന്റ്സ് ഷാർപ്പും ക്ലീനും അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാനിത് ക്ലീൻ ചെയ്ത് വെക്കുന്നത്. ഇവിടെ സാക്കുറ അവളുടെ കൈയൊക്കെ ഷേക്ക് ചെയ്ത് നോക്കി. ഇപ്പൊ കുഴപ്പമില്ല, വേദന കുറവുണ്ട്. അവള് കുട്ടപ്പനെയും മാസ്റ്ററിനെയും നോക്കുമ്പോ അവർ രണ്ടുപേരും അവിടെ എന്തോ വലിയ ഡിസ്കഷനിലാണ്. കുഴപ്പമില്ല, അവര് വരുന്നവരെ ഞാൻ ഈ ബുക്ക് തുറന്നു നോക്കാന്ന് പറഞ്ഞ് ഇപ്പൊ സാക്കുര ആവട്ടെ സായിയുടെ ആ ഒരു ഡ്രോയിങ് ബുക്ക് അത് തുറന്നു നോക്കാൻ തുടങ്ങും. അതേസമയം ഇവിടെ സായി ആവട്ടെ അവന്റെ ബാഗില് ആ ഒരു ബുക്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് മനസ്സിലാവും ആ ഒരു ബുക്ക് അതിപ്പോ എവിടെയോ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ സാക്കുറ ആ ഒരു ബുക്ക് കയ്യിൽ പിടിച്ച് ഫ്ലാഷ് ബാക്കില് സാക്കുറ ആ ഒരു ബുക്കിലെ ഫോട്ടോസ് അത് കണ്ടോട്ടെ ചോദിക്കുമ്പോ സായി ദേഷ്യപ്പെട്ട് പറയും, ഞാൻ തരില്ല, അതെന്റെ ചേട്ടന്റെ ബുക്കാണ്, മറ്റാരും കാണുന്നത് എനിക്കിഷ്ടമല്ല. അവളിപ്പോ ആ ഒരു ബുക്ക് തുറന്ന് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടുമെന്ന് ചെക്ക് ചെയ്യാൻ തുടങ്ങും. ഇവിടെ സായി ആവട്ടെ ആ ഒരു ബുക്ക് അതെവിടെ വെച്ചാണ് അവന് നഷ്ടപ്പെട്ടതെന്ന് ആലോചിക്കും. അപ്പൊ സായിക്ക് മനസ്സിലാവും കബൂട്ടോ കത്തിയെടുത്ത് അവന്റെ ദേഹത്തേക്ക് ചാടി വീണപ്പോഴാണ് അവന്റെ ബുക്ക് അവന് നഷ്ടപ്പെട്ടത്. സായിയുടെ നിൽപ്പ് കണ്ട് ഇപ്പൊ ഒറോച്ചിമാർ ചോദിക്കും, എന്തു പറ്റി, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതിനവൻ പറയും, കുഴപ്പമില്ല, ഞാൻ എന്തോ ചില കാര്യങ്ങൾ ആലോചിച്ച് അങ്ങനെ നിന്നു പോയതാണ്. ഇവിടെ കബൂട്ടോ പറയും, ഒറോച്ചിമാറു മാസ്റ്റർ, എനിക്ക് ഒരുപാട് ബോഡി ഇനി ആവശ്യമാണ്. നിങ്ങളുടെ കയ്യില് ഇപ്പൊ ഒരുപാട് ആൾക്കാരില്ലേ, കുറച്ചു പേരെ എനിക്ക് തന്നൂടെ ചോദിക്കുമ്പോ ഒറോച്ചിമാറു പറയും, ശരിയാണ്, എന്റെ കയ്യിൽ ആൾക്കാരുണ്ട്, പക്ഷെ അവരാരും പെർഫെക്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇനിയും കുറച്ച് ആൾക്കാരെ കൂടെ അത്യാവശ്യമായിട്ട് വേണം. കബൂട്ടോ ഉടനെ ഒരു സ്ക്രോൾ എടുത്ത് കാണിച്ച് ഇതിലൊരു കോളം അത് ഫില്ലായിട്ടില്ല, എനിക്ക് അതുകൂടെ ഫില്ല് ചെയ്യണമെന്ന് പറയുമ്പോ ഒറോച്ചിമാർ ചോദിക്കും, നിന്റെ ബ്ലഡ് ഗ്രൂപ്പ് അത് എ ആണോ? അതിന് കബൂട്ടോ എ അല്ല AB ആണ്. ഇവിടെ കബൂട്ടോയ്ക്ക് ആ ഒരു ബുക്ക് നഷ്ടപ്പെട്ടതില് ഇപ്പൊ ഒരുപാട് വിഷമമാണ്. കട്ട് ചെയ്താ നമ്മുടെ കുട്ടപ്പനും മാസ്റ്ററും ആവട്ടെ ആ ഒരു മിഷൻ അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് ഇപ്പൊ പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നറൂട്ടോ മെല്ലെ ഇപ്പൊ പുറകിലേക്ക് സാക്കുറെ നോക്കും. അവൾ ഇമ വെട്ടാതെ ആ ഒരു ബുക്ക് അത് നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അവളുടനെ ആ ഒരു ബുക്കിൽ എന്തോ കണ്ട് ഇപ്പൊ മാസ്റ്ററിനെയും കുട്ടപ്പനെയും അവളുടെ അടുത്തേക്ക് വിളിക്കും. കുട്ടപ്പൻ ആ ബുക്ക് കണ്ട് ഇത് സായിയുടെ ബുക്കല്ലേ എന്ന് പറഞ്ഞ് സാക്കുറയുടെ കയ്യിൽ നിന്ന് ബുക്ക് വാങ്ങും. മാസ്റ്റർ സാക്കുറയോട് ചോദിക്കും, ആ ഒരു ബുക്കിൽ എന്താ പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യം നീ അതിൽ കണ്ടോ? അതെന്തു പറ്റി, നിന്റെ കണ്ണടിച്ചു പോയോ, അതോ മലയാളം വായിക്കാൻ അറിയില്ലേ? അതിന് അവള് പറയും, ഞാൻ ഈ ബുക്ക് ഇപ്പൊ ഒരുപാട് നേരമായി വായിക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ ഇതിന്റെ ഒറ്റ പേജിൽ പോലും ഒരു ഡയലോഗ് പോലും ഇല്ല. അതിനു പകരം ഒരുപാട് ചിത്രങ്ങൾ മാത്രമാണ് ഇതിൽ വരച്ചു വെച്ചിരിക്കുന്നത്. ചിത്രങ്ങളിലൂടെ ഇതെന്തോ ഒരു സ്റ്റോറി അത് പറയാൻ ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു ബുക്കിന്റെ പുറകിലും മുൻപിലുമായിട്ട്
രണ്ടുപേരുടെ ഫോട്ടോസ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഇവരുടെ രണ്ടുപേരുടെയും കഥയാണ് ഈ ബുക്കിൽ പറയുന്നതെന്നാണ്. അവള് പറയും ഇവര് രണ്ടുപേരുടെയും കഥ ഈ ബുക്കിൽ പറയുന്നുണ്ട്. ഇതിന്റെ ഒരു വശത്ത് ഒരാളുടെ കഥ, മറ്റൊരു വശത്ത് മറ്റൊരാളുടെ കഥ. ബുക്കിന്റെ സെന്ററിൽ എത്തുമ്പോ ഈ രണ്ടുപേരുടെയും കഥ അത് അവസാനിക്കും. ആദ്യം നമുക്ക് ഇവന്റെ കഥ വായിക്കാന്ന് പറഞ്ഞ് സാക്കുറ ആവട്ടെ ഇപ്പൊ ഒരുത്തന്റെ കഥ അത് പതിയെ വായിക്കാൻ തുടങ്ങും. അവൾ ആ പേജ് അതൊന്നായിട്ട് മറിക്കുമ്പോ പെട്ടെന്ന് കുട്ടപ്പൻ പറയും ഇപ്പം മറിച്ച പേജുകള് അതൊന്നുകൂടെ പുറകിലേക്ക് കാണിക്ക്. അപ്പോഴായിരിക്കും കുട്ടപ്പൻ ഒരു കാര്യം നോട്ട് ചെയ്യുക. അതായത് അവൻ ഓരോ ഓപ്പണന്റിനെ അടിച്ചു തോപ്പിക്കുമ്പോഴും തോറ്റുപോകുന്ന ഓപ്പണന്റിനെ ആയുധം അടിച്ചു മാറ്റിയാണ് അടുത്ത ഓപ്പണന്റിനെ നേരിടുന്നത്. അത് കണ്ട് സാക്കുറ ഉടനെ ഇപ്പൊ രണ്ടാമത്തവന്റെ സ്റ്റോറി അത് വായിക്കാൻ തുടങ്ങും. അതിൽ അവനും അവന്റെ ഓപ്പണൻസിനെ അടിച്ചു തോൽപ്പിച്ച് നെക്സ്റ്റ് ഫൈറ്റില് തോറ്റുപോയ ഓപ്പണന്റിന്റെ ആയുധം എടുത്താണ് ഫൈറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ആൾക്കാർക്ക് പിടികിട്ടും ഇവര് രണ്ടുപേരും ഒരേ ടെക്നിക്കിലാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് അവസാനം ഇവര് രണ്ടുപേരും ഏറ്റുമുട്ടുമെന്ന് ഇപ്പൊ മാസ്റ്റർ ചോദിക്കും. അതിന് സാക്കുറ അവൾ ആ ബുക്ക് വായിച്ച് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, പക്ഷെ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അവള് ആ ഒരു ബുക്കിന്റെ സെൻട്രൽ പാർട്ട് അവർക്ക് രണ്ടുപേർക്കും കാണിച്ചു കൊടുക്കും. കുട്ടപ്പനും മാസ്റ്ററും അത് കണ്ട് വണ്ടടിച്ച് ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് ഇപ്പൊ പരസ്പരം പറയും. തട്ട് ചെയ്താ ഇപ്പൊ ഒറോച്ചിമാറും സായും കബൂട്ടോയും ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ സാക്കുര ആവട്ടെ ആ ഒരു ബുക്കിന്റെ മിഡിൽ പേജ് അത് കാണിച്ചു കൊടുത്തിട്ട് പറയും ഇതിൽ ഒരു സൈഡിൽ മാത്രമേ ഒരാളുടെ ഫോട്ടോ ഉള്ളൂ, ഓപ്പോസിറ്റ് സൈഡില് ആരുടെയും ഫോട്ടോ ഇല്ല. എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അവനിത് വരച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവില്ല എന്നാണ്. അതിന് കുട്ടപ്പൻ പറയും ഇത്രയും പേജ് വരച്ചിട്ട് ഈ ഒരു പേജ് മാത്രം വരയ്ക്കാൻ നേരത്ത് അവന്റെ പെൻസിൽ ഒടിഞ്ഞുപോയോ? അവര് ചിരിച്ചിട്ട് ഇപ്പൊ പേജുകൾ മുൻപോട്ട് മറിക്കുമ്പോ കുട്ടപ്പൻ പറയും ഈ ചിത്രത്തിലുള്ളവൻ അവനെ കാണാൻ ശരിക്കും സായെ പോലെ തന്നുണ്ട്. അപ്പോഴായിരിക്കും മാസ്റ്ററും സാക്കുറയും ആ ഫോട്ടോ ശ്രദ്ധിച്ചു നോക്കുക. അതെ, കുട്ടപ്പൻ പറഞ്ഞത് ശരിയാണ്, ഈ ഫോട്ടോയിലുള്ളവൻ അത് സായി തന്നെയാണ്. പക്ഷെ ഈ ഒരുത്തൻ അതാരാണ്? അതിന് സാക്കുറ ഇപ്പൊ ഫ്ലാഷ് ബാക്കില് സായി അവന്റെ ചേട്ടനെ കുറിച്ച് പറഞ്ഞത് അത് ഓർത്തെടുക്കും. ഇതവന്റെ ചേട്ടന്റെ ഫോട്ടോ ആണെന്നും പറഞ്ഞ് സാക്കുറ വീണ്ടും ഇപ്പൊ ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. നിനക്ക് നിന്റെ ചേട്ടനോട് ഒരു സ്നേഹവും ഇല്ലേന്ന് സാക്കുറ ചോദിക്കുമ്പോ അതിന് അവൻ പറയും എന്റെ ചേട്ടൻ അവൻ ഓൾറെഡി മരിച്ചുപോയെന്ന് അവൻ മറുപടി പറയും. കട്ട് ചെയ്താ ഇപ്പൊ ഒറോച്ചിമാറും സായും കബൂട്ടോ ആവട്ടെ വലിയൊരു മലയുടെ മുൻപിൽ വന്ന് ഒറോച്ചിമാറും ആവട്ടെ ഒരു ജിപ്സ് യൂസ് ചെയ്യുമ്പോ ആ ഒരു മല അത് രണ്ടായിട്ട് പിളർന്ന് അവർക്ക് വഴിയൊരുക്കും. അവര് മൂന്നു പേരും ഇപ്പൊ അകത്തേക്ക് കയറി പോകുമ്പോ ആ ഒരു മല അത് തനി അടയും. അപ്പൊ അതിന്റെ തൊട്ടടുത്തായിട്ട് ഇപ്പൊ ഒരു മരം കാണും, അതിന് രണ്ട് കണ്ണും. അതാരാ നോക്കിയാ മറ്റാരും അല്ല നമ്മുടെ മാസ്റ്ററിന്റെ ക്ലൗൺ ആവട്ടെ ഇപ്പൊ മാസ്റ്ററിന് സിഗ്നൽ കൊടുക്കുമ്പോ മാസ്റ്റർ ഹാപ്പി ആയിട്ട് പറയും യുറേക്ക, എന്റെ ക്ലൗൺ അവരുടെ സങ്കേതം അത് കണ്ടുപിടിച്ചു. ഇനി ഒട്ടും വൈകിക്കൂടാ, നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണമെന്ന് പറയുമ്പോ ഇവിടെ സായി ഇപ്പൊ ഒറോച്ചിമാറുവിന്റെ താവളം കണ്ട് അവൻ ഞെട്ടിത്തെറിച്ച് ഷോക്കായിട്ട് നിൽക്കും. അപ്പൊ അതേ സമയത്ത് ലോങ് ഷോട്ടില് അവൻ കാണും സാസുക അവനങ്ങനെ ഹായ് ആയിട്ടിരിക്കുന്നത്. സായി ആവട്ടെ ഇതവനല്ലേ? സാസുകാൻ ചിന്തിക്കുമ്പോ സാസുക ആവട്ടെ അവന്റെ ശരീരം കണ്ണു തുറന്ന് നിങ്ങൾ ഓൾറെഡി ഇപ്പൊ ഒരുപാട് ലേറ്റ് ആണെന്ന് പറയും. അത് കേട്ട് ഇപ്പൊ സായി ഷോക്കായിട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.